ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയും എല്ലാവരും കൂടിയിട്ട് ഫാമിലെ കാണാൻ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ പെങ്ങന്മാരും അവരുടെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫാമില കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഫാമിലയിലേക്ക്. പക്ഷേ നമ്മളിതുവരെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാണ്. അപ്പോൾ ഓട്ടോ ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ വണ്ടിയിലാണ് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഉപ്പാക്ക് ആ ഒരു സമയത്ത് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഓട്ടോറിക്ഷ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടോയിലാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത്. ആ ഒരു ചേട്ടനായ കാരണം ഞങ്ങൾ ഇറക്കി വിട്ടില്ല, കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നല്ലോ. പക്ഷേ രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫാം വില്ലയിലെത്തി. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ബീച്ചിലേക്ക്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ കണ്ട് ഒരു വൈകിട്ടാവുമ്പോൾ നല്ല വെയിലൊക്കെ ഒന്ന് ആറിയതിന് ശേഷം കടലും കാണാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ കടൽ കാണാനൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് എൻട്രൻസ് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ട്. ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പാത്തു ഞങ്ങൾക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ ടിക്കറ്റ് എടുത്തിട്ട് വരും. അപ്പോൾ നമ്മൾ അത്ര നേരമാണ് വെയിറ്റ് ചെയ്യായിരുന്നു. 150 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. കുട്ടികൾക്ക് 5 വയസ്സിന് മുകളിലായാലും തോന്നുന്നുണ്ട് കുട്ടികൾക്ക് കിട്ടാം. അതെനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ കാണുന്നത് ഒട്ടകമാണ് കേട്ടോ. അപ്പോൾ ഒട്ടകത്തിൽ ഈ ഒരു ഇല പോലത്തെ സംഭവം കൊടുക്കാനായിട്ടൊരു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ഇലയും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അങ്ങനെ ഞാനും വാങ്ങി ആ ഒരു ഇല. പക്ഷെ കൊടുക്കാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അവിടെ ഉള്ള ആൾക്കാരൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ ആ ഒട്ടകം തിന്നണില്ല. രാവിലെ തുടങ്ങിയ തീറ്റായിരിക്കും, അവർക്കും മതിയാവും ഉണ്ടാവില്ലേ. അപ്പോൾ ചിലർ കൊടുക്കുമ്പോൾ വാങ്ങുന്നുണ്ട്, ചിലർ കൊടുക്കുമ്പോൾ അത് അങ്ങോട്ട് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ട അത് അങ്ങോട്ട് പോയിട്ടാ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ച് വന്നതും ഇങ്ങനെ കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തത്. അപ്പോൾ പാത്തുവിൻ്റെ മോളെ കൊണ്ട് ഞങ്ങൾ കൊടുപ്പിച്ചു. പക്ഷേ എനിക്ക് കൊടുക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് പേടിയായിട്ട് ഞാൻ കൊടുത്തൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കുതിര, കഴുത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഈ സൈഡിൽ കേട്ടോ. പാത്തും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതെനിക്കത്ര ഓർമ്മയില്ല. അവളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ. എല്ലാവരും കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിങ്ങനെ അത് കഴിക്കാൻ വേണ്ടി ആ വായേറ്റ് വരുമ്പോൾ പേടിയാവുക, കയ്യേറ്റ് കടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ കൊടുത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിൽ പോയിട്ട് കുതിര, കഴുത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു അതിർപ്പം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വലിയതിനൊക്കെ ഇങ്ങനെ അവർ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയെന്നാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിങ്ങനെ കുറച്ച് സ്നാക്സ് പോലത്തത്, ഐസ്ക്രീം, ജ്യൂസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ചെറിയൊരു സൗകര്യമുണ്ട്. അതിന് പുറത്തും പിന്നെ ഐസ്ക്രീമിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. വീഡിയോസും കുട്ടികൾക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയൊരു കുളം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ അരയന്നാണെന്ന് തോന്നുന്നു. അരയന്നം രണ്ട് അരയന്നം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ലവ് ഷേപ്പ് പോലെ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം സൂം ചെയ്ത് കാണിക്കാൻ പറ്റുന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചിലതൊന്നും അങ്ങനെ ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല.
വൈലന്റായി തോന്നുന്നല്ലേ? അറിയില്ല. വേണ്ട ഇത് വേണ്ട, വേറെ മതി, വേറെ വേറെ ഉണ്ട് നമുക്ക്, വേറെ വേണ്ട. കാണുവന അപ്പാണ്. കിളി 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 കിളി. അങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളും നടന്നിട്ടൊക്കെ കണ്ടുട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഇങ്ങനെ കാണുകയാണല്ലോ. ഇച്ചു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഈ തത്തയുടെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പാത്തുവിൻ്റെ കുട്ടികളൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഇച്ചു ഒന്ന് ഓണായി വന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാനൊക്കെ ആൾ വല്ലാണ്ട് നിന്നൊരൊന്നും ചെയ്തില്ല കേട്ടോ, പേടിച്ചിട്ട്. എനിക്കും പേടി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ ഫുഡൊന്നും കൊടുക്കണേൽക്കൊന്നും പോയൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. രസമുണ്ടായിരുന്നു. നമുക്ക് 150 രൂപയ്ക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അത്ര ബോറടിപ്പിക്കുന്ന ഒന്നല്ല. അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനുള്ള പ്ലേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഒരു വാനിലയുടെ ഫ്ലേവറിൽ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത്. എല്ലാവരും അത് തന്നെയാണ് കഴിച്ചത്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ബീച്ചിലേക്ക് പോയി. കുറച്ച് നടക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ബീച്ചിലേക്ക് നടന്നു കേട്ടോ. നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ നിന്നിടത്ത് പലതരത്തിലുള്ള ഐസ്ക്രീമുകളുണ്ട് കേട്ടോ. അമേരിക്കൻ ബാർ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചോക്കോ ബാർ, മാംഗോ ബാറൊക്കെ കേട്ടിട്ടുണ്ട്. അമേരിക്കൻ ബാർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണോ സംഭവം കേട്ടോ. അപ്പം ഞങ്ങൾ വാനിലയുടെ ഒരു ഐസ്ക്രീമൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് നടന്നു. അപ്പോൾ വെയിലൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലിലിറങ്ങാനുള്ളൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കുട്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ ഇച്ചുവിന് വേറൊരു ഡ്രസ്സ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലിലൊക്കെ ഇറങ്ങിയാൽ എന്തായാലും ആൾ നനയും. അപ്പോൾ പിന്നെ പോകുമ്പോൾ ആകെ നനഞ്ഞിതായിട്ട് പോകണ്ട വെച്ചിട്ട് ഞാനൊരു എക്സ്ട്രാ ഒരു കുപ്പായും പിന്നെ ഒരു ട്രൗസറും വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ബീച്ചിലേക്ക് നടന്നു. അപ്പോൾ പട്ടമൊക്കെ എല്ലാവരും പറപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പരുന്തിൻ്റെ പോലത്തെ പട്ടം, പിന്നെ ഇങ്ങനെ വേറെ പക്ഷികളെ പോലത്തെ ഒക്കെ പട്ടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട ഒരു പരുന്തിൻ്റെ പോലത്തെ പട്ടാണ്. ഒറിജിനൽ പരുന്ത് അപ്പുറത്ത് കൂടെ പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചു. അധികം ഇതായില്ല, കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വണ്ടിയിൽ കയറ്റിയില്ലല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ലൈവായിട്ട് സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് കപ്പലണ്ടി വറുത്തതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ടത് അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ഈ ചോള ഉപ്പിലിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കപ്പലണ്ടി കഴിക്കുന്നത് മാത്രം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ ഞങ്ങളൊരു കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു വറുത്തത്. അപ്പോൾ കടലൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു വണ്ടി കിട്ടിയത്. ഞങ്ങൾ ഇത്രയും ആൾക്കാരുള്ള കാരണം ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരൊന്നും കയറ്റിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിയൊക്കെ കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.